മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന അനാഥാലയത്തിന്റെ ഉദ്ഘാടനം നടത്തി. അലീനയ്ക്കൊപ്പം ഔതക്കുട്ടിച്ചായനും അനാഥാലയത്തിൽ താമസിക്കുവാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ സൗദാമിനി അമ്മയും അലീന അവിടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വൈജയന്തി കടന്നു ചെന്നപ്പോൾ ഗുരു ശങ്കരമഹാദേവ തീർത്ഥർ തന്റെ ഇരിപ്പിടത്തിൽ നിന്നും ബഹുമാന പുരസ്സരം എഴുന്നേറ്റു. വൈജയന്തി ഗുരുവിന്റെ നേർക്ക് കൈകൂപ്പി തൊഴുതു. ആശ്രമത്തിന്റെ പൊതുസമ്മേളന ഹാളിൽ അനേകം ചാരുബെഞ്ചുകളിൽ ഒന്നിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം. അതിലിരിക്കാൻ ഗുരു ആംഗ്യം കാട്ടി. വൈജയന്തി ഇരിക്കാൻ മടിച്ചു. നിങ്ങൾ ഇരുന്ന ശേഷമേ ഞാൻ ഇരിക്കൂ, ഗുരു മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. വൈജയന്തി ചാരുബെഞ്ചിന്റെ മറ്റേ അറ്റത്ത് മടിച്ചു ഇരുന്നു. ഇന്ന് തിരിച്ചു പോവുകയാണ് അല്ലേ? വളരെ നല്ലത്, അഭയാംബിക പറഞ്ഞു. ജീവിച്ചിരിക്കണോ അതോ ആത്മഹത്യ ചെയ്യണോ എന്ന് നിശ്ചയമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ എത്തേണ്ടയാളായിരുന്നു നിങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങൾക്കും അർത്ഥമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന അർത്ഥങ്ങളായിരിക്കില്ല. അതെ സ്വാമിനി, എല്ലാം ശരിയാണ്. എനിക്ക് മാറി നിന്ന് എന്നെ കാണാൻ കഴിഞ്ഞതാണ് ഇവിടെ വന്നതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം. ഓർമ്മയിൽ കൂടി സഞ്ചരിച്ച് എൻ്റെ ഇതുവരെയുള്ള ജീവിതം ഞാൻ കണ്ടു. അത് ഞാൻ വിചാരിക്കുന്നതിൻ്റെ 1000-1 പോലും വിലപിടിച്ചതല്ല എന്നെനിക്ക് മനസ്സിലായി. അത്രയും മതി. ഗർവവും അധികാരവുമാണ് എല്ലാ തിന്മകളുടെയും മൂലാധാരം. അവിടെ നിന്നുമാണ് സ്നേഹശൂന്യതയും ദുഷ്ടതയും പൈശാചികതയും ഉത്ഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും സമ്പത്തും അധികാരവും ഗർവവും കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന്. ഒരിക്കലുമല്ല. മനുഷ്യരെല്ലാം സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. ക്രമേണ അവൻ സമ്പത്തും അധികാരവും അതുവഴി ഗർവവും എടുത്ത് ചുമലിൽ വയ്ക്കുന്നു. അതോടെ അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വാസ്തവത്തിൽ അധികാരം. അത് അധികാരമാണെന്ന് മറ്റൊരാൾക്ക് തോന്നാനും പാടില്ല. സ്നേഹമാണെന്നേ തോന്നാവൂ. വൈജയന്തി മെല്ലെ തലയാട്ടി. ഗുരു പറഞ്ഞുകൊണ്ടിരുന്നു. ഇതേ വൈജയന്തിയായി ഇനിയെങ്കിലും നിങ്ങൾക്ക് ഭർത്താവിന്റെയോ മക്കളുടെയോ ബന്ധുമിത്രാദികളുടെയോ അടുത്തേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ലേ? എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ അവരോട് മത്സരിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു ആളുകളെ അകറ്റി നിർത്തിയതും ദ്വേഷിച്ചതും കലഹിച്ചതും? അധികാരത്തിന്റെയും ഗർവിന്റെയും ചാട്ടവാർ കൊണ്ട് ആളുകളെ അടിച്ച് വേദനിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരമില്ല. അനേകായിരം കോടി ജനങ്ങൾ ഇങ്ങനെ മണ്ണിനടിയിൽ കിടക്കുന്നു. സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള അനേകം അവസരങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയവർ. പക്ഷേ ഭാഗ്യത്തിന് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാനും സാധിക്കും. അപ്പോൾ ഓർക്കുക, നമ്മൾ ജീവനോടിരിക്കുമ്പോൾ മാത്രമാണ് സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള അവസരങ്ങൾ. അത് പാഴാക്കി കളയാതെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലാണ് മനുഷ്യജന്മത്തിന്റെ പൂർണ്ണത. ഗുരു ഒരു മാത്ര നിർത്തി വൈജയന്തിയെ നോക്കി സൗമ്യമായി പുഞ്ചിരിച്ചു. യാത്ര പറയാൻ വന്ന നിങ്ങളോട് ഞാൻ പ്രസംഗം പറയുകയാണ് അല്ലേ? സാരമില്ല, എനിക്കിത് കേൾക്കുന്നത് സന്തോഷമാണ്, വൈജയന്തി ഭക്തി പുരസരം പറഞ്ഞു. ഇത് തന്നെ നിങ്ങളെപ്പറ്റിയും കേൾക്കാൻ ഇടയാകണം. നിങ്ങൾ അടുത്തു ചെല്ലുന്നത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുക. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ആളുകൾ താല്പര്യപ്പെടുക. നിങ്ങളെ കാണുകയും നിങ്ങൾ നോക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ സന്തുഷ്ടരാവുക. ഇതാണ് യഥാർത്ഥ സാമീപ്യം. ഇതിനായി ത്യജിക്കേണ്ടത് 2 കാര്യങ്ങൾ മാത്രം: അധികാരവും ഗർവും. ഗുരു പറഞ്ഞു നിർത്തി. വൈജയന്തി വീണ്ടും കേൾക്കാൻ വേണ്ടി താല്പര്യത്തോടെ കാതോർത്തു. സമാധാനമായി പോവുക. എന്ത് ചെയ്യണമെന്ന് ഇനി നിങ്ങളെ ആരും പഠിപ്പിക്കണ്ട, നിങ്ങൾക്കറിയാം. വൈജയന്തി മെല്ലെ എഴുന്നേറ്റു. ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് തൊഴുതു. നന്മ വരട്ടെ, ഗുരു ആശംസിച്ചു. ഒരിക്കൽ കൂടി കൈകൂപ്പി നമിച്ച് വൈജയന്തി ഗാർഗി മഠത്തിലേക്ക് മടങ്ങി. അവിടുത്തെ അന്തേവാസികളോടും സ്വാമിനി അഭയാംബികയോടും അവൾക്ക് യാത്ര പറയാനുണ്ടായിരുന്നു. ഇനി അലീനയുടെ അനാഥാലയമാണ് നമ്മൾ കാണുന്നത്. പാപ്പൂട്ടി എന്ന വൃദ്ധന് ഉച്ചയൂണിന് ശേഷം കഴിക്കേണ്ട ഗുളിക എടുത്തു കൊടുക്കുകയായിരുന്നു അലീന. അതൊരു ഡോർമിറ്ററിയാണ്. വൃദ്ധന്മാരും വൃദ്ധകളുമടക്കം 9 പേരുണ്ട്. എല്ലാവരും രോഗികളാണ്. ഇവിടെ മെച്ചപ്പെട്ട ആഹാരവും ചികിത്സയും കിട്ടുമെന്നറിഞ്ഞ് ചിലർ വരാറുണ്ട്. വീട്ടിൽ മക്കളുടെ സംരക്ഷണയിൽ കഴിഞ്ഞു വരവേ അത് പോരാ എന്ന് തോന്നി ഇറങ്ങി പുറപ്പെടുന്നവരുമുണ്ട്. സ്നേഹനികേതനത്തിൽ വന്നാൽ കുറെ കൂടി നല്ല ആഹാരവും മരുന്നും കഴിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തി മടങ്ങാമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ വന്ന ഒരാളെ
കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു രേവതിക്കുട്ടി. എന്റെ പൊന്നപ്പച്ച, ഇത് സുഖചികിത്സയ്ക്കുള്ള സ്ഥലമല്ല. ഒരു നിവൃത്തിയുമില്ലാതെ, ആരും തുണയില്ലാതെ, തീർത്തും അനാഥരായവർക്കുള്ള സ്ഥലമാ. അപ്പച്ചന് മക്കളുണ്ടല്ലോ, വീടുണ്ടല്ലോ. ഓ, അത് ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്കാ കുഞ്ഞെ. അവർ നേരാവണ്ണം നോക്കത്തൊന്നുമില്ല. എനിക്ക് പൈസ ഓപ്പറേഷൻ ചെയ്യാനാ ഡോക്ടർ പറഞ്ഞത്. ആര് കേൾക്കാനാ? മക്കൾക്ക് കാറിൽ കയറി പോണം, കുറെ ചിക്കനും ചപ്പാത്തിയും ചോറും മീനും തിന്നണം, സുഖിക്കണം, ഉറങ്ങണം. എന്നാലും മക്കളുണ്ടല്ലോ അപ്പച്ച, അവരോട് സ്നേഹമായിട്ട് പറ. ഓ, അവന്മാർ അവരുടെ പെണ്ണുങ്ങൾ പറയുന്നതേ കേൾക്കത്തുള്ളൂ. വയസ്സായി കുഴിയിലോട്ട് പോകേണ്ട അവനിപ്പം ഓപ്പറേഷൻ നടത്തി കുറെ കാശ് കളയേണ്ട കാര്യമുണ്ടോന്നാ അവളുമാരുടെ ചോദ്യം. ഇന്നത്തെ കാലത്ത് ആമ്പിള്ളർക്ക് ധൈര്യമില്ലെന്നേ അവനവന്റെ തന്തയും തള്ളയും വേണ്ട പോലെ നോക്കാൻ. അവളുമാര് കണ്ണുരുട്ടി പേടിപ്പിക്കും. അപ്പച്ചൻ എന്തായാലും പോയിട്ട് വാ. ഇവിടെ അപ്പച്ചനേക്കാളും പാവങ്ങള് ക്യൂ നിൽക്കുന്നു. അവരെ നോക്കണ്ടായോ? ഇങ്ങനത്തെ കേസുകൾ ദിവസവും വരാറുണ്ട്. പിന്നെ ആശുപത്രി ചെലവിന് പണം ചോദിച്ചു വരുന്നവർ, കുട്ടികളെ പഠിപ്പിക്കാൻ ഫീസ് ചോദിച്ചെത്തുന്നവർ, പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ സഹായം ആവശ്യപ്പെടുന്നവർ, അങ്ങനെ പലരും. 3 അനാഥ കുട്ടികളുണ്ട് ഇപ്പോൾ ഓർഫനേജിൽ. ഉദ്ഘാടനത്തിന് ശേഷം രേവതിക്കുട്ടിയും ഔതക്കുട്ടിച്ചായനും തിരിച്ചു പോകാതെ അലീനയ്ക്ക് തുണയായി നിൽക്കുകയാണ്. ബബിത ഇതിനിടെ 2 തവണ വന്നുപോയി. സ്റ്റാൻലി ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരാറുണ്ട്. ഒരു ദിവസം സ്റ്റാൻലി വെള്ള നിറമുള്ള ഒരു പുത്തൻ അർമദ ജീപ്പ് കൊണ്ടുവന്നു. അതിന്മേൽ സ്നേഹനികേതനം എന്ന് എഴുതിയിരുന്നു. അതിന്റെ കീച്ചെയിൻ അലീനയ്ക്ക് കൊടുത്തിട്ട് സ്റ്റാൻലി പറഞ്ഞു, കാർ നീ തിരിച്ചു തന്നല്ലോ, ഇത് നിനക്ക് വേണ്ടിയല്ല, നിന്റെ പേരിലുമല്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഒരു വാഹനം വേണ്ടേ? ഇതൊരു സ്ഥാപനമല്ലേ? മാത്രമല്ല, മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാം. കഷ്ടം. പപ്പ എന്തിനാ പപ്പ പിന്നെയും പൈസ ചെലവാക്കിയത്? അലീനയുടെ കണ്ടമിടറി. എല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊക്കെ ആവശ്യമുള്ളപ്പോഴല്ലേ ഉപയോഗിക്കേണ്ടത്? സ്റ്റാൻലി പറഞ്ഞു. അലീന ആ കീച്ചെയിൻ വാങ്ങി കണ്ണിനോട് ചേർത്ത് പിടിച്ചു. അതിലെ താക്കോൽ സ്റ്റാൻലിയുടെ ഷർട്ടിനു മീതെ ഉരസിക്കൊണ്ട് അയാളുടെ നെഞ്ചിൽ മുട്ടിച്ചു പറഞ്ഞു, പപ്പ ഇപ്പോ 2 തവണ എന്നെ തോൽപ്പിച്ചു. ഒന്ന് സ്നേഹനികേതനം വാങ്ങിത്തന്നപ്പോ, പിന്നെ ഇപ്പം. അവളുടെ മിഴികളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ അടർന്നു. സ്റ്റാൻലി ഒരാഴ്ചത്തേക്ക് ബൈജുവിനെയും വിട്ടുകൊടുത്തു. അലീനയ്ക്ക് പുതിയ വാഹനവുമായി ഒരു കൈത്തഴക്കം വരുന്നതുവരെ ബൈജു കഴക്കൂട്ടത്ത് തങ്ങി. ലോഡ്ജിലായിരുന്നു അവന്റെ താമസം. 3ാമത്തെ തവണ സ്റ്റാൻലി വന്നപ്പോൾ ടാനിയയും ടെൽസിയും ഉണ്ടായിരുന്നു കൂടെ. ബബിതയെയും രേവതിക്കുട്ടിയെയും ഔതക്കുട്ടിച്ചായന് ചുമതല ഏൽപ്പിച്ചിട്ട് അലീന ഒരു തവണ കുളത്തൂപ്പുഴയ്ക്ക് പോവുകയും ചെയ്തു. ആലംബമില്ലാത്ത വിധവകൾക്കും പഠിപ്പ് നിർത്തി വിവാഹം കഴിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ നിർധനരുടെ വീടുകളിൽ നിന്ന് പോകുന്ന പെൺകുട്ടികൾക്കും വേണ്ടി ഒരു തൊഴിൽ പരിശീലന പുനരധിവാസ പദ്ധതി അലീന ലക്ഷ്യമിടുന്നുണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ സ്നേഹനികേതനത്തിലെ അന്തേവാസികളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. അവരിൽ 7 പേർ നിലാരംബരായ പെൺകുട്ടികളടക്കമുള്ള സ്ത്രീകളാണ്. മരുന്ന് കൊടുക്കാനുള്ളവർക്ക് മരുന്നുകൾ നൽകിയ ശേഷം അലീന രേവതിക്കുട്ടിയെ വിളിച്ച് ഊണ് കഴിക്കാനിരുന്നു. ഔതക്കുട്ടിച്ചായന് മരുന്നുള്ളത് കൊണ്ട് കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിച്ചിരുന്നു. അലീന ചോറിലേക്ക് കൈവച്ചതേയുള്ളൂ. അപ്പോഴാണ് ബബിതയുടെ ഫോൺ കോൾ. അലീന ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ തിരുകി. മോളു, നീ ഊണ് കഴിച്ചോ? അവൾ ചോദിച്ചു. അലീന ചേച്ചി, ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ബബിതയുടെ അത്യാഹ്ലാദം നിറഞ്ഞ ശബ്ദം അവൾ കേട്ടു. സംഭവിച്ചു കഴിഞ്ഞോ? അതോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളോ? അലീന ചിരിച്ചു. അമ്മ തിരിച്ചു വന്നു ചേച്ചി. ഏ? അലീന ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. ദേ, അരമണിക്കൂറേ ആയിട്ടുള്ളൂ. സത്യമാണോ മോളെ നീ പറയുന്നേ? സത്യം ചേച്ചി, എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അലീന ചേച്ചിയുടെ കാര്യം പറയണോ? വേണ്ട വേണ്ട, നീ ഇടയ്ക്ക് കയറണ്ട, ആദ്യം മുതലേ പറ. അലീന ഉദ്വേഗഭരിതയായി. ഞാൻ ഊണ് കഴിഞ്ഞിട്ട് ടേബിൾ വൃത്തിയായിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കോളിംഗ് ബെൽ. ചെന്ന് ജനലിൽ കൂടി നോക്കുമ്പോൾ ഒരു ഓട്ടോ തിരിച്ചു പോകുന്നു. സിറ്റൗട്ടിൽ അമ്മ ടീപ്പോയിന്ന് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് മറിച്ചു നോക്കുന്നു. ഞാനാണെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അടിച്ചതുപോലെ നിന്നുപോയി. എനിക്ക് കരയണോ ചിരിക്കണോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വാതിൽ തുറന്നപ്പം അമ്മ ചോദിച്ചു, വാടക വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയത് എന്നാണെന്ന്. ഞാൻ പറഞ്ഞു, കുറെ നാളായിന്ന്. എന്നിട്ട് എന്നിട്ട് വേഗം പറ, നീ എന്താ നിർത്തിയേ? എനിക്ക് ശ്വാസം അടക്കണ്ടായോ? എന്നിട്ടെന്താ? ഒന്നുമില്ല. ആരെപ്പറ്റിയും ഒരക്ഷരം പോലും ചോദിച്ചില്ല. വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോറ് വിളമ്പിക്കൊടുത്തു. അമ്മയങ്ങ് തണുത്തു പോയ പോലെ തോന്നി ചേച്ചി. എന്നാലും ചോറും കറിയുമൊക്കെ നന്നായിരിക്കുന്നെന്ന് പറഞ്ഞു.
അമ്മയങ്ങ് മാറിപ്പോയി. സ്വരം പോലും മാറിപ്പോയി. അമ്മ പണ്ടത്തേക്കാൾ ചെറുതായി. ഒക്കെ നിനക്ക് തോന്നിയതായിരിക്കും. അമ്മ വേറെ ഒന്നും സംസാരിച്ചില്ലേ മോളൂ? ഊണ് കഴിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. നീ വീട് നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ തോളത്ത് പിടിച്ച് മുഖത്തോട്ട് നോക്കി കുറച്ചു സമയം നിന്നു. അമ്മയോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ പറഞ്ഞു ഇല്ലാന്ന്. ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് അമ്മ പിന്നെ പോയി കിടന്നു. അലീന ഫോണും കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കിക്കൊണ്ട് മിണ്ടാതിരുന്നു. അവളുടെ മുഖത്തെ ഭാവം ദുഃഖമോ നൈരാശ്യമോ എന്ന് രേവതിക്കുട്ടിക്ക് മനസ്സിലായില്ല. അലീന ചേച്ചി, ഭവിതയുടെ വിളി വന്നു. പറഞ്ഞോ മോളൂ. അമ്മ സ്വന്തം വീട്ടിലേക്ക് വന്ന പോലെയല്ല അലീന ചേച്ചി, വേറൊരു വീട്ടിൽ നിന്ന് ഗസ്റ്റായിട്ട് വന്ന പോലെ, എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്ന പോലെ. അങ്ങനെയൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നി ചേച്ചി. അമ്മയുടെ ഒരു മട്ടും മാതിരിയും ഒക്കെ അങ്ങനെയാ. നീ സമാധാനമായിട്ടിരിക്കെ. അമ്മ എന്തായാലും വീട്ടിലുണ്ടല്ലോ. അലീന ചേച്ചി വരൂ ഇങ്ങോട്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ലല്ലോ മോളൂ. അല്ലെങ്കിലും അവിടെ വച്ചൊരു കൂടിക്കാഴ്ച വേണ്ട. അച്ഛന്റെ മനസ്സുകൂടി നമ്മൾ കാണണ്ടേ. അതിന് അമ്മയും അലീന ചേച്ചിയും തമ്മിൽ ഇവിടെ അച്ഛന്റെ മുന്നിൽ വെച്ച് എത്രയോ തവണ തമ്മിൽ കണ്ടിരിക്കുന്നു. അങ്ങനെയല്ല മോളെ, ഇത് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയല്ലല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പപ്പയോട് കൂടി ചോദിക്കട്ടെ. നീ അമ്മയുടെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അമ്മയ്ക്ക് ഒട്ടും പോരായ്മ തോന്നരുത്. ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി. ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ വിളിച്ചോളാം കേട്ടോ. അമ്മ വന്നൂന്ന് അച്ഛൻ അറിഞ്ഞോ മോളെ? ഇല്ല, ഞാൻ ചേച്ചിയാ ആദ്യം വിളിച്ചത്. അച്ഛനെ വിളിച്ചു പറയണേ. അച്ഛന് മാനസികമായിട്ട് തയ്യാറെടുക്കണ്ടേ. കൊല്ലപ്പള്ളിയിലും വിളിച്ചു പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം ചേച്ചി. എന്നാ ശരി, വയ്ക്കട്ടെ. അലീന കാതിൽ നിന്ന് ഇയർഫോൺ എടുത്തു മാറ്റി. എന്നിട്ട് രേവതിക്കുട്ടിയെ നോക്കിയിരുന്നു. രേവതിക്കുട്ടി അവളെയും. ചേച്ചി എന്തായാലും ചോറ് കഴിക്കുക. ഇങ്ങനെ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അലീനയ്ക്ക് പക്ഷേ ചോറ് ഇറങ്ങുമായിരുന്നില്ല. മൊബൈൽ ഫോൺ റിങ് ചെയ്തപ്പോൾ ബബിതയാണ് വിളിക്കുന്നതെന്ന് കണ്ട് ബാലചന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ മോളെ? അച്ഛാ, ഒരു ഒരു കാര്യം പറയാനുണ്ട്. അമ്മ വന്നിട്ടുണ്ടച്ചാ. ബാലചന്ദ്രൻ കയ്യിലിരുന്ന മൊബൈൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അച്ഛാ, എപ്പോൾ വന്നു? 2 മണി കഴിഞ്ഞു. വീണ്ടും നിശബ്ദത. അച്ഛൻ വരാതിരിക്കരുതേ. ഫോൺ വയ്ക്കട്ടെ. ശരി. ബാലചന്ദ്രൻ കസേരയിലേക്ക് ചാരി നെറ്റിക്ക് മീതെ കൈ അമർത്തി. ശിവശങ്കരൻ 3 തവണ ശ്രമിച്ചിട്ടാണ് ഗംഗാധരന്റെ ഫോണിലേക്ക് കണക്ഷൻ കിട്ടിയത്. ഹലോ ഗംഗേട്ടാ. ആ, നീ പറഞ്ഞോ ശിവ. ജയന്തി തിരിച്ചെത്തി ഗംഗേട്ടാ. എവിടെ? എപ്പോൾ? ഇന്ന് ഉച്ചയ്ക്ക്. ഇപ്പോ കടപ്പാട്ടൂരുണ്ട്. ബബിതയെ വിളിച്ചു പറഞ്ഞത്. ശ്രീകുമാറിന്റെ അടുത്തുനിന്ന് കാർ എടുത്തിട്ടില്ല. ബസ്സിലാണ് വന്നതെന്ന് പറഞ്ഞു. വന്നിട്ട്? ബബിത മാത്രമല്ലേ ഉള്ളൂ അവിടെ. ഊണ് കഴിച്ചിട്ട് കിടന്നു. ജയന്തി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും സംസാരിച്ചില്ല. അതാ ഒരു പിടിയും കിട്ടാത്തത്. അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയോ? ഒന്നും അറിയില്ല ഗംഗേട്ടാ. ഗംഗേട്ടൻ നാളെ ഇവിടെ വരെ ഒന്ന് വരുവോ? ഞാനെന്തിനാ വരുന്നേ? അവൾ പോയി തിരിച്ചു വന്നു, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ചെന്ന് കാണണോ ഗംഗേട്ടാ? തൽക്കാലം നീ പോകണ്ട ശിവ. അവൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അവൾ വീട്ടിലുള്ളപ്പോ ബാലചന്ദ്രൻ ഇനി ഹോട്ടലിൽ മുറിയെടുക്കുമോന്നാ എന്റെ സംശയം. ഏതായാലും ഇന്നൊരു ദിവസം നമ്മൾ ഒന്നിലും ഇടപെടേണ്ട ശിവ. ശരി ഗംഗേട്ടാ. ഓക്കെ, നീ നാളെ വിളിക്ക്. ലൈൻ ഡിസ്കണക്റ്റായി. ശിവശങ്കരൻ ഫോൺ താഴെ വെച്ച് ചിന്താധീനനായി ഇരുന്നു. ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്നത് കണ്ട് ജനാലവിരി മാറ്റി നോക്കിയ കമല വൈജയന്തി ഓട്ടോറിക്ഷ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അസ്തപ്രജ്ഞയായി നിന്നുപോയി. വൈജയന്തി കടപ്പാട്ടൂരിൽ വന്നിട്ടുണ്ടെന്ന് ശിവശങ്കരൻ അറിയിച്ചിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. കമല ഭർത്താവിന്റെ അടുക്കിലേക്ക് ഓടി. ശിവേട്ട, ജയന്തി വന്നിരിക്കുന്നു. ശിവശങ്കരന് പരിഭ്രമമാണ് തോന്നിയത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ വീട്ടിൽ ബാലചന്ദ്രൻ വിളിച്ചുകൂട്ടിയ കുടുംബയോഗത്തെപ്പറ്റി അയാൾ ഓർത്തു. അന്ന് ബാലചന്ദ്രൻ വെട്ടിത്തുറന്ന് പറഞ്ഞ ചില സത്യങ്ങളെപ്പറ്റിയും. അന്ന് ഈ വീട് വിട്ടിറങ്ങിപ്പോയവളാണ്, ആരോടും ഒരു വാക്കുപോലും പറയാതെ. ഇപ്പോൾ കയറി വന്നിരിക്കുന്നത് തന്റെ മുഖത്തു നോക്കി ചില ചോദ്യങ്ങൾ ചോദിക്കാനായിരിക്കുമോ എന്നായിരുന്നു ശിവശങ്കരന്റെ പേടി. തനിക്ക് ഉത്തരം പറയാനാകാത്ത ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഗംഗേട്ടനും കൂടി വേണ്ടതായിരുന്നു എന്ന് ശിവശങ്കരന് തോന്നി. നീ ചെന്ന് അവളോട് സംസാരിക്ക്, ഞാനങ്ങോട്ട് വന്നേക്കാം. ശിവശങ്കരൻ കമലയെ പറഞ്ഞയച്ചു. ഡോർ ബെല്ലടിച്ച് കാത്തു നിൽക്കുകയായിരുന്നു വൈജയന്തി. മണിയൊച്ച ഒറ്റത്തവണയെ കേട്ടുള്ളൂ. വാതിൽ തുറക്കാൻ അല്പം താമസിച്ചാൽ
ശുണ്ടിയെടുത്ത് തുരുതുരാ ബെല്ലടിക്കുന്ന സ്വഭാവമാണ് ജയന്തിയുടേതെന്ന് കമലയ്ക്കറിയാം. എന്നിട്ട് തട്ടിക്കയറുകയും ചെയ്യും. ഒരാൾ വീട്ടിൽ വന്നാൽ എത്ര നേരം കാത്തു നിൽക്കണം വാതിൽ തുറന്നു കിട്ടാൻ? നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ടാകുമായിരുന്നു. കമല വാതിൽ തുറന്നു. ശാന്തമായൊരു മന്ദഹാസത്തോടെ വൈജയന്തി. നീ എവിടെയായിരുന്നു ജയന്തി? നിന്നെപ്പറ്റി ഒരറിവുമില്ലാതെ ഇവിടുള്ളവരെന്തുമാത്രം വിഷമിച്ചു. നിന്നെയൊന്ന് കാണാൻ ശിവേട്ടനും ഗംഗേട്ടനുമൊക്കെ എത്ര തവണ തിരുവനന്തപുരത്ത് വന്നു. ആരോടും ഒരു വാക്കുപോലും പറയാതെ നീ. ശിവേട്ടനില്ലേ ഇവിടെ? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. കമല വെറുതെ അങ്ങിങ്ങും നോക്കി. നീ കടപ്പാട്ടൂര് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അമ്മയ്ക്കിപ്പം എങ്ങനെയുണ്ട്? അമ്മ സുഖമായിട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് കിടക്കപ്പുറതിയുണ്ടോ? നീ ഇങ്ങോട്ടിരിക്കു ജയന്തി. അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം. വൈജയന്തി നേരെ സൗദാമിനി അമ്മയുടെ മുറിയിലേക്ക് പോയി. ആരോ വരുന്ന കാലച്ച കേട്ട് കാതോർത്ത് വാതിലിന് നേർക്ക് മുഖം തിരിച്ചു നോക്കുകയായിരുന്നു സൗദാമിനി അമ്മ. അത് വൈജയന്തിയായിരിക്കുമെന്ന് അവർക്ക് തോന്നി. മുൻപും വൈജയന്തി കൊല്ലപ്പള്ളിയിലേക്ക് വരാറുള്ള മിക്ക ദിവസങ്ങളിലും സൗദാമിനി അമ്മയ്ക്ക് ഇങ്ങനെയൊരു തോന്നലുണ്ടാകുമായിരുന്നു. ഇന്ന് തന്റെ മകൾ വന്നേക്കുമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഉമ്മറത്ത് അവളുടെ ശബ്ദം കേൾക്കാം. ആൺമക്കളിൽ ഗംഗാധരനെ കുറിച്ചും ഇങ്ങനെ വിചിത്രമായ ചില തോന്നലുകൾ ശരിയായി വന്നിട്ടുണ്ടെന്ന് സൗദാമിനിയമ്മ ഓർമ്മിച്ചു. അതേസമയം ശിവശങ്കരൻ വീട്ടിൽ വന്നു കയറി അവന്റെ ശബ്ദം കേട്ടാൽ പോലും സംശയം ബാക്കി നിൽക്കും. ശിവശങ്കരനാണോ അത്? മുറിയിൽ വെളിച്ചം കുറവായതിനാൽ വാതിൽ കടന്നയുടനെ വൈജയന്തി ലൈറ്റിട്ടു. സൗദാമിനിയമ്മ തലയണകൾക്ക് മീതെ ശിരസുയർത്തി വെച്ച് കിടക്കുന്നത് അവൾ കണ്ടു. കട്ടിലിനരികെ ചെന്ന് നിന്ന് ആപാദചൂടം അമ്മയെ ഒന്ന് നോക്കി മെല്ലെ കട്ടിലിരുന്നു. വൈജയന്തിയെ ഓർമ്മിച്ചപ്പോൾ തന്നെ അവൾ മുൻപിൽ വന്ന് നിൽക്കുന്നത് കണ്ടതിനാൽ സൗദാമിനിയമ്മ പകച്ചുപോയി. അവർ മകളുടെ മുഖത്തേക്ക് നോക്കി. മകൾ സന്യാസിനിയോ മറ്റോ ആയി തീർന്നിരിക്കുമോ എന്നൊരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. വൈജയന്തി അമ്മയെ നോക്കി മന്ദസ്മിതം തൂകി. അമ്മ നന്നായിരിക്കുന്നല്ലോ, അവൾ ശാന്തസ്വരത്തിൽ പറഞ്ഞു. അങ്ങനെയൊരു വാക്ക് അവളിൽ നിന്ന് സൗദാമിനിയമ്മ കേട്ടിട്ടുണ്ടായിരുന്നില്ല. കൊല്ലപ്പള്ളിയിൽ എപ്പോൾ വന്നാലും അമ്മയുടെ ഒരു കോലം കണ്ടാൽ മതിയല്ലോ, അമ്മയ്ക്ക് ആരും തിന്നാനും കുടിക്കാനും ഒന്നും തരുന്നില്ലേ, ഇങ്ങനെയാണ് വൈജയന്തി പറയാറ്. ആ ശബ്ദം അതിന്റെ ലക്ഷ്യസ്ഥാനമായ കമലയുടെ ചെവിൽ വരെ എത്തുകയും ചെയ്യും. അമ്മ എഴുന്നേൽക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ട് വൈജയന്തി താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. മച്ചിലെ കൊളുത്തിൽ നിന്ന് തൂക്കിട്ടിരുന്ന അറ്റത്ത് കെട്ടുള്ള കയറിൽ പിടിച്ചുകൊണ്ട് സൗദാമിനിയമ്മ മകളെ നോക്കി. മകൾക്ക് അമ്മയോടുള്ളതിനേക്കാൾ അലിവ് അമ്മയ്ക്ക് മകളോടായിരുന്നു. അവർ ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ട് വിറകൊള്ളുന്ന കരങ്ങളാൽ മകളെ ആശ്ലേഷിച്ചു. അഗ്നിപരീക്ഷകളും ദുഃഖസമുദ്രങ്ങളും താണ്ടിയാണ് തന്റെ മകൾ വന്നിരിക്കുന്നതെന്ന ഓർമ്മയിൽ സൗദാമിനിയമ്മയുടെ ഹൃദയം വേദനാഭരിതമായി. വൈജയന്തി അമ്മയെ ആശ്വസിപ്പിക്കാൻ അവരുടെ പുറത്ത് മൃദുവായി തട്ടിക്കൊണ്ടിരുന്നു. സങ്കടം തെല്ലൊന്നൊതുങ്ങിയപ്പോൾ സൗദാമിനിയമ്മ വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു, നീ അവളെ കണ്ടോ മോളെ? ആരെയാണെന്നൊന്നും വൈജയന്തി ചോദിച്ചില്ല. ഇല്ല എന്ന് മാത്രം ഉത്തരം പറഞ്ഞു. കാണണ്ടേ? അമ്മയെ ആശ്രയിച്ചിരുന്ന കൈകൾ ഒന്നുകൂടി മുറുകി. അർദ്ധഗർഭമായ മൗനത്തിന്റെ മുഴക്കം നിമിഷങ്ങളെ പിടിച്ചുലച്ചുകൊണ്ടിരുന്നു. വൈജയന്തിയുടെ തോളിൽ നിന്ന് മുഖമെടുത്തിട്ട് സൗദാമിനിയമ്മ അവളെ തന്നെ ഉറ്റുനോക്കി. മോളെ, നീ ബാലനെ കണ്ടായിരുന്നോ? ഇല്ല, ബബിത മാത്രമേ ഉള്ളൂ വീട്ടിൽ. നീ വന്നത് അവൻ അറിഞ്ഞോ? ബബിത വിളിച്ചു പറഞ്ഞു. അവന്റെ മനസ്സിലെന്താണെന്ന് അറിയാമോ നിനക്ക്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. സൗദാമിനിയമ്മയ്ക്ക് ഇതുവരെ മകൾ തിരിച്ചു വന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനേക്കാൾ വലിയ ആശങ്കയാണ് മനസ്സിൽ. ബാലചന്ദ്രന്റെ നിലപാട് എന്തായിരിക്കും? സ്വന്തം ഭാര്യയും അവളുടെ സ്വന്തക്കാരും ചേർന്ന് കാട്ടിയ കൊടിയ വഞ്ചന തിരിച്ചറിഞ്ഞവനാണ്. ഇതേ കൊല്ലപ്പള്ളി വീട്ടിൽ കുടുംബയോഗം വിളിച്ചുകൂട്ടി ആ സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞവനാണ്. അവനിനി എല്ലാം ക്ഷമിച്ച് സകലതും മറന്ന് ഈ ഭാര്യയെ സ്വീകരിക്കാൻ കഴിയുമോ? കടപ്പാട്ടൂരെ വീട്ടിൽ തന്റെ മകളുടെ ഭാവി ഇനി എന്തായിത്തീരും? അവൾ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുമോ? അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഹോട്ടൽ മുറിയിലേക്ക് താമസം മാറ്റുമോ? നാനാതരം ചോദ്യങ്ങളും സംശയങ്ങളും അലമാലകൾ പോലെ സൗദാമിനിയമ്മയുടെ ആശങ്കകളിലേക്ക് ഇരമ്പിക്കയറി. എല്ലാം മനസ്സിലാക്കിയിട്ടെന്നോണം വൈജയന്തി പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട. അവൾ അമ്മയുടെ ശിരസിൽ തലോടി. സൗദാമിനിയമ്മയ്ക്ക് അലീനെപ്പറ്റി പറയണമെന്നുണ്ടായിരുന്നു. ഒരുപാട് പറയാനുണ്ട്. ഒരുപക്ഷെ ഒന്നും പറയാതിരിക്കുന്നത് വളരെയധികം പറയുന്നതിനേക്കാൾ അർത്ഥവത്താണെന്ന് അവർക്ക് തോന്നി. തനിക്ക് അറിയുന്നതിനേക്കാൾ എത്രയോ കൂടുതലായി ഇപ്പോൾ തന്റെ മകൾക്ക് അറിയുമായിരിക്കും. ഭയാശങ്കകളൊന്നുമില്ല വൈജയന്തിയുടെ മുഖത്ത്. എല്ലാ തടസ്സങ്ങളെയും കടന്നു പോകാൻ അവൾക്ക് കഴിയുമെന്ന് തോന്നുന്ന ഒരു ഭാവം സൗദാമിനിയമ്മ കണ്ടു. വൈജയന്തിയുടെ കണ്ണിൽ
സദാ കത്തിനിന്ന കലാപാഗ്നി ഇപ്പോൾ കാണാനില്ല. പകരം ഒരു തണുത്ത ശാന്തത മാത്രം. അമ്മ സങ്കടപ്പെടരുത്, സമാധാനമായിട്ടിരിക്കണം, വൈജയന്തി പതിയെ പറഞ്ഞു. വൈജയന്തിയെ എങ്ങനെ നേരിടണമെന്ന് മനസ്സാ തയ്യാറെടുക്കുകയായിരുന്നു ശിവശങ്കരൻ. അമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നതെങ്കിൽ പ്രശ്നമില്ല. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.